ദേശീയപാതയിൽ കായംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് തോപ്പുംപടിയിലേക്ക് പോയ KSRTCയുടെ വെസ്റ്റിബ്യൂൾ ബസ്സിനാണ് കായംകുളം MSM കോളേജിന് സമീപം വെച്ച് രാവിലെ 9:30 തീപിടിച്ചത്. എഞ്ചിൻ ഭാഗത്തു നിന്ന് ആദ്യം ശബ്ദമുയർന്നു. യാത്രക്കാർ ഇക്കാര്യം ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് പിന്നാലെ ബസ്സിനകത്തേക്ക് പുക കയറി. ഡ്രൈവർ ഉടൻ തന്നെ ബസ് നിർത്തി യാത്രക്കാരോട് അടിയന്തരമായി പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. യാത്രക്കാരെല്ലാം സുരക്ഷിതരായി പുറത്തിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തീ പടർന്ന് ബസ് കത്തിയമരുകയായിരുന്നു. നോക്കുമ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് താഴേക്ക് തീ വീഴുന്നുണ്ട്. അപ്പോൾ അന്നേരം തന്നെ പെട്ടെന്ന് ഈ ഡ്രൈവറുടെ ഇടപെടലാന്ന് തോന്നുന്നു. പുള്ളിയെ കണ്ടില്ല, പെട്ടെന്ന് ആളുകളെ എല്ലാം ഇറക്കി കംപ്ലീറ്റ്. വലിയ തിരക്കത്രയില്ലായിരുന്നു. ബസ്സിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കം 53 യാത്രക്കാരുണ്ടായിരുന്നു. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. തീ ആളിപ്പടർന്നതോടെ ഇരുഭാഗത്തു നിന്നുമുള്ള ഗതാഗതം നിർത്തിവെച്ചു. അഗ്നിശമന സേന എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. വയറിംഗിലെ സാങ്കേതിക പ്രശ്നമാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രാഥമികമായ നിഗമനം വയറിംഗിൽ തീ പിടിച്ചു എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ വയറിംഗും സൈലൻസറുമായി തെറ്റിയിരുന്നപ്പോൾ അതുകൊണ്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷെ നമ്മൾ CMDയോട് ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കലിനെ കൊണ്ട് വിദഗ്ധരായ ഓപ്പറേഷൻ രണ്ടുപേരും കൂടി വിദഗ്ധമായ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. NDA ഉത്തരവിറക്കിയിട്ടുണ്ട്. വിശദമായ പരിശോധനകൾക്കായി ബസ് മാവേലിക്കര ഡിപ്പോയിലേക്ക് മാറ്റി. 2 ദിവസങ്ങൾക്ക് മുൻപ് ബസിന്റെ എഞ്ചിൻ ഭാഗത്തു നിന്ന് ശബ്ദമുയർന്നിരുന്നു. എന്നാൽ ഇത് പരിഹരിക്കാതെ വീണ്ടും സർവീസ് നടത്തിയെന്നാണ് ആക്ഷേപം. 24 ആലപ്പുഴ.